പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്രിമിനോളജിയുടെ ബ്ലോക്ക് 2ലേക്കാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത്. ബ്ലോക്ക് 2ലെ യൂണിറ്റ് 1 ടൈപ്പോളജി ഓഫ് ക്രൈംസ് എന്നുള്ള ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്തതരമായ ക്രൈമുകളെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രീറിക്വസൈറ്റ്സിൽ നമുക്ക് കാണാം. ക്രൈം കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഒഫൻസസ് ഈച്ച് വിത്ത് യുണീക്ക് ഫീച്ചേഴ്സ് ആൻഡ് എലമെൻറ്റ്സ്. അല്ലേ, ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒഫൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്രൈമുകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇൻറ്റൻറ്റ് നമുക്ക് മനസ്സുകൊണ്ട് അറിഞ്ഞ് ചെയ്യുന്നുണ്ട്, മനസ്സുകൊണ്ട് അറിയാതെ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരുപാട് ക്രൈമുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പ്രീറിക്വസൈറ്റ്സിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ദ ഫ്രഞ്ച് ഡെവലപ്ഡ് എ ടൈപ്പോളജി ഓഫ് 3 കാറ്റഗറീസ്. മൊത്തത്തിൽ ക്രൈമുകളെ 3 തരത്തിലുള്ള കാറ്റഗറിയാക്കി മാറ്റിയിട്ടുണ്ട്. ക്രൈംസ്, ലെസ് സീരിയസ് ക്രൈംസ്, മൈനർ ഒഫൻസസ്. ക്രൈംസ് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ വലിയ സീരിയസ് കുറവുള്ളത് എന്നാൽ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. പിന്നെ മൈനർ ഒഫൻസസ്, പിന്നെ ഭയങ്കര ലഘുവായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ചെറിയ കുറ്റകൃത്യങ്ങൾ. അതൊക്കെ 3 തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ക്രൈം അഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡിക്ക് നേരെയുള്ള ക്രൈമുകൾ, മനുഷ്യ ശരീരത്തിന് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ. ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ആദ്യം പഠിക്കാനുള്ളത്. മാൻ ഈസ് അറ്റാക്ക്ഡ് ഡ്യൂറിങ് എ സ്ട്രീറ്റ് റോബറി ആൻഡ് സഫേഴ്സ് സീരിയസ് ഇഞ്ചുറി. ദിസ് ഇസ് എ നോൺ ഫറ്റാൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ദി ഹ്യൂമൻ ബോഡി. അല്ലേ, നമുക്കറിയുന്നത് പോലെ മനുഷ്യൻ്റെ ശരീരത്തിന് നേരെയുള്ള കുറ്റമാണ്. അല്ല, ഒരുതരം കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. അത് മനുഷ്യന് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ, മനുഷ്യന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെ ചാപ്റ്റർ 4 ഓഫ് ദി BNS, ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ പുതിയ IPC വന്നിട്ടുള്ള അതിന് പകരം ഇൻസ്റ്റഡായി കൊണ്ടുവന്നിട്ടുള്ളതാണ് BNS. നമുക്കറിയാവുന്നതാണ്. സോ BNS പറയുന്നതനുസരിച്ച് 100 മുതൽ 111 വരെ അഡ്രസ് ഒഫൻസസ് ദാറ്റ് ഇമ്പാക്ട് ദി ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയുന്നതാണ് യഥാർത്ഥത്തിൽ 100 മുതൽ 111 വരെയുള്ള ഒഫൻസസ് ആർട്ടിക്കിളിൽ പറയുന്ന ഭാഗം എന്നുള്ളത്. ദിസ് ചാപ്റ്റർ കോംപ്രഹെൻസീവ്ലി സേഫ് ഗാർഡ്സ് വേരിയസ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഈ ചാപ്റ്റർ യഥാർത്ഥത്തിൽ കവർ ചെയ്യുന്നത് ഒരുപാട് ഹ്യൂമൻ ലൈഫിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചാണ്. ഇൻക്ലൂഡിങ് ദ റൈറ്റ് ടു ലൈഫ്, പേഴ്സണൽ ലിബർട്ടി, സെക്യൂരിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് ദി പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഫിസിക്സ്. അല്ലെ, മനുഷ്യന്റെ ഫിസിക്കൽ ഇന്റഗ്രിറ്റി ഫ്രം ഇന്റർഫറൻസ്. അല്ലെ, മനുഷ്യന്റെ കിട്ടാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടല്ലോ, വ്യക്തിപരമായ അവകാശങ്ങൾ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് ലിബർട്ടി, ഇങ്ങനെ മനുഷ്യന് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇതിനൊക്കെ കുറിച്ചൊക്കെ BNSന്റെ ഈ ഭാഗത്ത് പറയുന്നുണ്ടെന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഭാരതീയ ന്യായ സംഹിത അതൊക്കെ വെച്ചിട്ട് നമുക്കിനി സംസാരിക്കാനുള്ളത് മനുഷ്യനെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ 5ആയി തരംതിരിക്കാന്നുള്ളതാണ്. 5ആയിട്ട് മനുഷ്യനെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ തരംതിരിക്കാന്നുള്ളതാണ്. ഒന്നാമത്തത് ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ. അല്ലെ, നോക്കിയോ നിങ്ങൾ. ദ ടേം ഹോമിസൈഡ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഹോമോ ആൻഡ് സീഡോ. അല്ലെ, ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഹോമോസീഡോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഹോമിസൈഡ് എന്ന് പറയുന്ന വാക്ക് വന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഒന്നാമത്തത് ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന് ഏൽക്കുന്ന കുറ്റങ്ങളാണ്. നമ്മൾ ഹോമോസൈഡോ പറഞ്ഞു കഴിഞ്ഞു. അല്ലെ, അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നതാണ് ഹോമിസൈഡ്. ഒരാൾ മറ്റൊരാളെ കൊല്ലുക എന്നുള്ളതാണ് ഹോമിസൈഡ്. ഹോമിസൈഡ് 2 രീതിയിലുണ്ടാവും, നിയമാനുസൃതമായതും നിയമവിരുദ്ധമായതും. ഈ നിയമാനുസൃതം എന്ന് വെച്ചാൽ നിയമം പറഞ്ഞുകൊണ്ട് കൊല്ലാമെന്നല്ല കേട്ടോ. അതെന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിയമാനുസൃതമായ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ, ലോഫുൾ ആയിട്ടുള്ള ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രതിരോധം പോലുള്ള അവസ്ഥകൾ നടക്കുന്ന കൊലപാതകമാണിത്. ഒരാളെ നമ്മളെ കൊല്ലാൻ വരികയാണ്, ആ സമയത്തൊക്കെ വേറെ രക്ഷയില്ല, അപ്പോൾ അയാളെ കൊല്ലിയേ രക്ഷയുള്ളൂ, നമ്മൾ കൊല്ലുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ഒന്ന്, ലോഫുൾ ആയിട്ടുള്ളതാണ്. രണ്ടാമത്തത് നിയമവിരുദ്ധമായ ഹോമിസൈഡ് അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ്. കൾപ്പബിൾ ഹോമിസൈഡിന് കുറ്റപരമായ ഉദ്ദേശത്തോടുള്ള കൊലപാതകങ്ങളാണ്. കുറ്റപരമായ ഉദ്ദേശങ്ങളോടുള്ള കൊലപാതകം. ഒന്നാമത്തത് നമുക്ക് നമ്മുടെ ഡിഫൻസിന് വേണ്ടി കൊല്ലുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ ഇന്റന്റലി അയാളെ കൊല്ലുക എന്നുള്ളത് തന്നെ നമ്മൾ കൊന്നതാണ്. അങ്ങനെ 2 തരം കൊലപാതകങ്ങളാണ്. ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡും മറ്റത് മർഡറുമാണ്. കൾപ്പബിൾ ഹോമിസൈഡും മറ്റത് മർഡറുമാണ്. 2 തരത്തിലുള്ള ഹോമിസൈഡുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദ ടേം ഹോമിസൈഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഹോമോ ആൻഡ് സിഡോ and it refers to the act of one human being killing another. Homicide can be lawful or unlawful. അല്ലെ, ഹോമിസൈഡ് പലപ്പോഴും ലോഫുൾ ആവാം, അൺലോഫുൾ ആവാം. നമ്മൾ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നും അതുപോലെ തന്നെ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അക്കോർഡിംഗ് ടു മർഡർ, മറ്റത് കൾപ്പബിൾ ഹോമിസൈഡ്
അമൗണ്ടിങ് ടു മർഡർ. ചിലത് കൊലപാതകമായി കാണാൻ കഴിയില്ല, ചിലത് കൊലപാതകമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്നാമത്തത്, കൊലപാതകമായി കണക്കാക്കാൻ പറ്റാത്ത കുറ്റകരമായ നരഹത്യ. മനസ്സിലായില്ല? This refers to situation where a person causes the death of another, but the circumstances don't meet the legal definition of murder. ഒരാൾ മറ്റൊരാളെ കൊന്നു, പക്ഷെ അതൊരു കൊലപാതകമായിട്ടുള്ള നിയമവശത്തിലൊന്നും കൊലപാതകമായിട്ട് കാണിക്കാൻ പറ്റൂല. വൈൽ ദ ആക്ട് ഈസ് ബ്ലെയിം വർത്തി ആൻഡ് പണിഷബിൾ. അയാൾ ചെയ്തത് കുറ്റം തന്നെയാണ്, ശിക്ഷാർഹമാണ്, അല്ലെ, പണിഷബിൾ ആണ്. ഇറ്റ് ലാക്സ് ദ സ്പെസിഫിക് ഇൻറ്റൻറ്റ് ടു സെവേറിറ്റി റിക്വയർഡ് ടു ക്ലാസിഫൈ ഇറ്റ് ആസ് എ മർഡർ. പക്ഷേ അതൊരു കൊലപാതകമായി വർഗീകരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഉദ്ദേശമോ തീവ്രതയോ അതിലില്ല. ഉദാഹരണത്തിന്, ഒരാൾ എന്തെങ്കിലും വേറൊരു കാര്യം ചെയ്യുമ്പോൾ അത് അപകടകരമായിട്ട് ഒരാൾ മരണപ്പെട്ടു പോയി. ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വിച്ച് ഇട്ടിട്ടുണ്ടാവും, ആ സ്വിച്ചിൽ ചിലപ്പം ഷോക്ക് ഉണ്ടാവും, അത് നമ്മളെ മനഃപൂർവ്വം ഒരാൾ ചെയ്തതല്ല, അയാൾ മരിച്ചുപോയി. സ്വാഭാവികമായിട്ടും നമ്മളിവിടെ കുറ്റക്കാരനാണ്, പക്ഷെ നമ്മൾ മനഃപൂർവ്വം ചെയ്യാതല്ലാത്തതുകൊണ്ട് അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. മർഡറിൽ കൂട്ടാത്ത കൾപ്പബിൾ ഹോമിസൈഡാണ്, കുറ്റകരമായ നരഹത്യയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദ ആക്ട് വാസ് കമ്മിറ്റഡ് വിത്തൗട്ട് പ്രീ മെഡിറ്റേഷൻ ഡ്യൂറിങ് എ സഡൻ ഫൈറ്റ് ഓർ എ ഹീറ്റ് ഓഫ് പാഷൻ. ചില സമയത്ത് അടീൻ്റെ ഇടയിലൊക്കെ അടി മർമ്മത്തെ കൊണ്ട് മരിക്കലൊക്കെ ഉണ്ടാവും. അതൊന്നും അറിഞ്ഞു ചെയ്യുന്നതല്ല. അതൊക്കെ അതിൽ ഒരു സംഭവമുണ്ട്. മരണകാരണമാക്കാനുള്ള ഉദ്ദേശം എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആ പ്രവൃത്തി മരണത്തിൽ കലാശിക്കുന്നു. കുറ്റവാളിയുടെ പ്രവർത്തികൾ കുറ്റകൃത്യത്തിൻ്റെ പരിധി വരെ അശ്രദ്ധയാണ്, പക്ഷേ കൊലപാതകത്തിൻ്റെ അളവിലേക്ക് എത്തിയിട്ടില്ല. ഒരു അശ്രദ്ധ കൊണ്ട് അയാൾ വലിയതാണ്, പക്ഷെ അത് കൊലപാതകത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ രണ്ട് തരം കൾപ്പബിൾ. ഈ കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ കറക്റ്റ് മലയാളം എന്നുള്ളത് കുറ്റകരമായ നരഹത്യ എന്നാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുറ്റകരമായ നരഹത്യ എന്നാണ്. ഈ കുറ്റകരമായ നരഹത്യ രണ്ടെണ്ണം ഉണ്ട്. അതൊന്ന് കൊലപാതകമായി കാണാൻ കഴിയുന്ന കുറ്റകരമായ നരഹത്യയുണ്ട്, ഒന്ന് കാണാൻ പറ്റാത്തതുണ്ട്. കാണാൻ പറ്റാത്തതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താണ്? അതായത് അയാളെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി, അടീൻ്റെ ഇടയിൽ, സാധാരണപ്പെട്ട അടിയായിരുന്നു, അതിനിടയിൽ മർമ്മത്തെ കൊണ്ട് ഒരാൾ മരിച്ചുപോയി, അതൊക്കെ അതിൽ വരുന്നതാണ്. ഇനി രണ്ട്, കൊലപാതകത്തിന് തുല്യമായ കുറ്റകരമായ നരഹത്യ. ഒരാൾ കൊലപാതകം ഉദ്ദേശിച്ച് തന്നെ ചെയ്യുന്ന നരഹത്യയാണ്, ഒരു നരനെ ഹത്യ ചെയ്യലാണ്. IPC 300-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഒരു കുറ്റകൃത്യമാണിത്. അതിനാൽ കൊലപാതകമായി മാറുന്നു. മരണമോ ഗുരുതരമായ പരിക്കുകളോ ഉണ്ടാക്കാനുള്ള വ്യക്തമായ ഉദ്ദേശമോ അറിവോ അതോടൊപ്പം വഷളാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുക എന്നതാണ് നിർണായകമായ ഘടകം. മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന മരണമോ ശാരീരിക പരിക്കോ ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ ഉദ്ദേശം കുറ്റവാളിക്കുണ്ട്, അല്ലെ? മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ഡെത്ത്, ഒരു കില്ലിങ്, അല്ലെങ്കിൽ ശാരീരികമായ ഒരു പരിക്ക്, ഇത് ഇയാളെ മനസ്സിലുണ്ട്, ഈ ചെയ്യുന്നയാളെ മനസ്സിലുണ്ടെങ്കിൽ അതെന്താണ്? നമ്മൾ ഈ പറയുന്നത് പോലെ കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ. കൊല്ലാൻ വേണ്ടിയുള്ള, കൊലപാതകം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കുറ്റകരമായ നരഹത്യയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഈ പ്രവൃത്തി മുൻകൂട്ടി ആസൂത്രണം ചെയ്തോ അങ്ങേയറ്റത്തെ അശ്രദ്ധയോടെ നടപ്പിലാക്കിയതോ ആണ്, അല്ലേ? ഈ പ്രവൃത്തി ഓൾറെഡി മുൻപേ പ്ലാൻഡ് മർഡർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതോ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ അശ്രദ്ധയോടെ നടപ്പിലാക്കിയതോ ആണ്, അല്ലേ? അങ്ങനെ പല രീതിയിൽ എന്തായിരിക്കാം ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തിന് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ 5ആയി തരംതിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞതുപോലെ ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിൽ അത് ഉദ്ദേശിക്കുന്ന മരണം തന്നെയാണ്. അതൊക്കെ മരണത്തിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാം. മരണത്തിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യങ്ങൾ രണ്ടായി കാണാം. അതിലൊന്ന് കൾപ്പബിൾ ഹോമിസൈഡും മറ്റത് മർഡറുമാണ്. കൾപ്പബിൾ ഹോമിസൈഡ് തന്നെ രണ്ടായി കാണാം. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് രണ്ടായി കാണാന്ന് പറഞ്ഞാൽ, ഒന്ന് കൊലപാതകത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് ചെയ്തതാണ്, ഒന്ന് മനസ്സറിയാതെ ചെയ്തു പോയതാണ്. ഇത് രണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ല? ഇനി മനുഷ്യരീതിന് വരെ വരുന്ന രണ്ടാമത്തെ അപകടം, രണ്ടാമത്തെ അറ്റാക്ക്, ഒഫൻസസ് ഓഫ് കോസിങ് ഹേർട്ട്. ഒരാളെ വേദനിപ്പിക്കുക, മുറിവേൽപ്പിക്കുക, അഥവാ വേദനയ്ക്കും അസ്വസ്ഥയ്ക്കും കാരണമാകുന്ന കുറ്റങ്ങൾ എന്നുള്ളതാണ് ഇത്. 116 മുതൽ 125 വരെ BNS പറയുന്നത് ഇതാണ്. മനസ്സിലായി? സെക്ഷൻ 114 അനുസരിച്ച് ഒരാൾ മറ്റൊരാളിൽ ശരീരവേദനയും ദേഹത്തകരാറുകളെയും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ ഹേർട്ട് എന്നതുപോലെ കണക്കാക്കുന്നു. മനോവേദനയല്ല, ദേഹവേദന മാത്രമാണ് ഈ നിയമം പരിഗണിക്കുന്നത്. ഒരാളെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് എന്താവില്ല, ഈ പറയപ്പെട്ട കോസിങ് ഹേർട്ടിൽ വരില്ല. ശരീരം വേദനിപ്പിക്കൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹേർട്ട് നടക്കാൻ ശരീരവേദനയോ രോഗമോ അസ്വസ്ഥതയോ ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഇതിൽ 3 പ്രധാന ഘടകങ്ങൾ വരുന്നുണ്ട്, അല്ലേ? ഒരാൾ ശരീരവേദന പറഞ്ഞാൽ 3 തരം
ശരീരവേദനയാണ് നമുക്കിവിടെ ന്യായസംഹിത പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ബോഡിലി പെയിൻ. Bodily pain may be caused by direct physical contact or otherwise. It is not necessary to cause visible injury to the victim. ശരീരത്തിന് വേദന ഉണ്ടാക്കുക, അത് ഡയറക്റ്റോ അല്ലാതെയോ ഉള്ള ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഉദാഹരണത്തിന് അടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ കെണി വെച്ച് വീഴ്ത്തിയിട്ട്, അതൊക്കെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരാളെ നേരിട്ടൊരു വടി വെച്ച് അടിക്കുകയാണ്, അയാൾക്ക് ഭയങ്കര എന്തായാലും വേദന ഉണ്ടായി, അത് ബോഡിലി പെയിൻ ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് ഡിസീസാണ്. ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഓൾസോ ഫോൾസ് അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് ഹേർട്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം അറിഞ്ഞുകൊണ്ട് പകർത്തുകയാണ്. ദസ് എ പേഴ്സൺ സഫറിങ് ഫ്രം എ വെനറൽ ഡിസീസ് മേ കോസ് ഹെർട്ട് ടു വിമൻ ഇഫ് ഹി ഹാസ് സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് ഹെർ. ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് ആ രോഗം വരുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനത്തെ ഒരു എയ്ഡ്സ് പോലുള്ള രോഗങ്ങളാണെന്ന് വിചാരിക്കുക, അതൊക്കെ വലിയ പ്രശ്നമാണ്. ഒരാൾക്ക് മറ്റൊരാളിലേക്ക് ശാരീരികമായിട്ട് രോഗത്തെ പകർന്നു കൊടുക്കലാണ്, അത് വലിയ തെറ്റാണ്. അത് നമ്മൾ ഈ പറയപ്പെട്ട രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ സബ് പോയിന്റ് എന്നുള്ളത് ഇൻഫേമിറ്റിയാണ്. ഒരാളെ ബലഹീനനാക്കുക എന്നുള്ളതാണ്. ഇൻഫേമിറ്റി റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ഇന്നബിലിറ്റി ഓഫ് ആൻ ഓർഗൻ ടു പെർഫോം ഇറ്റ്സ് നോർമൽ ഫംഗ്ഷൻ വിച്ച് മേ ബി ടെമ്പററി ഓർ പെർമനന്റ്. ഒരാളെ ഏതെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ള ഓർഗൻ എന്ത് ചെയ്യുക, ബോഡി പാർട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയത്തേക്ക് ഫങ്ഷൻ ആവാതിരിക്കുക. ഇപ്പോൾ കൈയൊക്കെ അടിച്ച് പൊളിക്കുക, തന്നെ കൈ അടിച്ചൊടിക്കുക, കാലടിച്ചൊടിക്കുക. അതിപ്പോൾ കാലാകാലത്ത് കുടിക്കാനൊന്നും പറ്റില്ലല്ലോ, കുറച്ച് നാളത്തേക്കെങ്കിലും അത് ഒടിക്കാൻ പറ്റും. അത് ഇൻഫേമിറ്റി ആയിട്ട് പറ്റും. അതിന് ബലഹീനത എന്ന് കറക്റ്റ് മലയാളം. അവളെ ബലഹീനനാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വിഷയം. ഓക്കെ, ശരി. മൂന്നാമത്തെ വിഷയം, ഒരാളുടെ ശരീരത്തിന് നേരെ വരാൻ പറ്റുന്ന മൂന്നാമത്തെ, ഫിസിക്കലായിട്ട് ഒരാളുടെ ശരീരത്തിന് നേരെ കാണിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ കുറ്റകൃത്യം. 2 കുറ്റകൃത്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. മൂന്നാമത്തത് ഒഫൻസസ് ഓഫ് റോങ്ഫുൾ റെസ്ട്രെയിൻഡ് ആൻഡ് റോങ്ഫുൾ കൺഫൈൻമെന്റ്. ഈ കുറ്റകൃത്യങ്ങളിൽ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യവും സഞ്ചാരാവകാശവും നിയമവിരുദ്ധമായി നിയന്ത്രിക്കുന്നത് ഉൾപ്പെടുന്നു. ഇത് BNS പ്രകാരം ശിക്ഷാർഹമാണ്. അതായത് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കാര്യങ്ങൾ, ഒരാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഒരാൾക്ക് പ്രവർത്തികളെ, ഇതൊക്കെ ഒരാൾ വേറൊരാൾ റിസ്ട്രെയിൻ ചെയ്യണം. അഥവാ അയാളെ റിസ്ട്രെയിൻ എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അർത്ഥം അല്ല. ഒരാൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ അയാൾ കൺട്രോൾ ചെയ്ത് വെക്കുക, മറ്റത് തടയുക എന്നുള്ളതാണ്. രണ്ട് അർത്ഥങ്ങളാണ് കേട്ടോ. സോ ഇത് രണ്ടും എന്താണ്, റോങ് ആണെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അല്ലേ. ഇനി ഇതിൽ 2 തരം, ഈ പറഞ്ഞതിൽ 2 തരം സബ് പോയിന്റുകളുണ്ട്. അഥവാ ഒരാളെ തടഞ്ഞു വെക്കുകയോ ഒരാളെ നിയന്ത്രിക്കുകയോ ചെയ്യുന്ന ശാരീരികമായ തെറ്റുകളിൽ 2 ഉണ്ട്. ഒന്ന് റോങ്ഫുൾ റിസ്ട്രെയിൻറ്റും മറ്റു റോങ്ഫുൾ കൺഫൈൻമെന്റുമാണ്. റോങ്ഫുൾ റിസ്ട്രെയിൻറ്റിൽ വരുന്നത് സെക്ഷൻ 126 ഓഫ് BNS ഡിഫൈൻസ് റോങ്ഫുൾ റിസ്ട്രെയിൻറ്റ്. ഇറ്റ് മീൻസ് വൾണറബിലിറ്റി obstructing a man moving from one place to another where he has the right to proceed. To establish wrongful restraint, the following elements must be present: voluntarily obstruction and prevention of movement, right to proceed. അല്ലെ, ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുള്ള ഒരു സ്ഥലം, അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നം, ജയിലുള്ള ഒരാൾക്കൊന്നും ബാധകമല്ല കേട്ടോ. ജയിലിൽ ഒരാൾ പറയാൻ എന്നെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല, അതിനപ്പുറത്തേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. അപ്പോൾ പോകാൻ പൂർണ്ണമായ അവകാശമുള്ള ഒരാളെ തടഞ്ഞു വെക്കുന്നതാണ് ഈ വരുന്ന കേസിൽ പ്രശ്നമായിട്ട് വരിക. അത് റോങ്ഫുൾ റിസ്ട്രെയിൻ്റ് ആണ്, തെറ്റായിട്ടുള്ള നിയന്ത്രണം. അത് ഉണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. അത് വോളണ്ടിയർലി ഒബ്സ്ട്രക്ഷൻ വേണം, പ്രിവെൻഷൻ ഓഫ് മൂവ്മെന്റ് വേണം, അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൊസീഡ് വേണം. ഇനി തെറ്റായിട്ടുള്ള തടയൽ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സെക്ഷൻ 127 പറയുന്ന പ്രകാരം BNS ഡിഫൈൻസ് റോങ്ഫുൾ കൺഫൈൻമെന്റ് ആസ് എ റോങ്ഫുൾ പ്രിവെൻഷൻ ഓഫ് എ പേഴ്സൺ ഫ്രം പ്രൊസീഡിങ് ബിയോണ്ട് എ സ്പെസിഫിക് സബ്സ്ക്രൈബിംഗ് ലിമിറ്റ് അല്ലെ. ഒരാളെ അയാൾക്ക് പോവാൻ, ഉദാഹരണത്തിന് ദിസ് ഒഫൻസസ് ഇൻവോൾവ്സ് എ കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ ഓഫ് എ പേഴ്സൺ ലിബർട്ടി. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് തടഞ്ഞു വെക്കാം അല്ലെ. റിസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കലാണ്, കൺഫൈൻമെന്റ് പറഞ്ഞാൽ ഫുള്ളായിട്ട് തടഞ്ഞു വെക്കലാണ്. 2 വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, തടയൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. അപ്പോൾ ഒരാൾക്ക് പൂർണ്ണമായിട്ടും ലിമിറ്റേഷൻസ് വെച്ചിട്ട് അയാളെ പൂർണ്ണമായും റെസ്ട്രിക്ട് ചെയ്യാനുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ലോക്കിംഗ് സംവൺ ഇൻ എ റൂം, ഒരാളെ റൂം പൂട്ടിയിടുക. or trying them to tree constitute wrongful confinement അല്ലെ. ഒരു മരത്തിൽ കെട്ടിയിടുക, ഇതൊക്കെ എന്താണ്, ഈ പറയപ്പെട്ടതുപോലെ wrongful confinement ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ. ഇനി ഒരാളുടെ ശരീരത്തിന് നേരെ ചെയ്യാൻ പറ്റുന്ന അടുത്ത പ്രധാനപ്പെട്ട കുറ്റം എന്നുള്ളത് ഒഫൻസസ് ഓഫ് കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷൻ. ഒരാളെ തട്ടിക്കൊണ്ടുപോവുക, കിഡ്നാപ്പ് ചെയ്യുക. The term kidnapping traditionally means stealing a child
ഓർ അണ്ടർ കോമൺ ലോ ടേക്കിംഗ് എ പേഴ്സൺ ഫ്രം വൺ കൺട്രി ടു അനദർ. അല്ലെ, കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പൊതുവെ പറയാറുള്ളത്. ഇത് രണ്ട് രീതിയിലുള്ള കിഡ്നാപ്പിംഗ് ഒന്ന് പിന്നെ ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുക, വേറൊരു രാജ്യത്തേക്ക് തട്ടിക്കൊണ്ടുപോകുക. അതുപോലെ തന്നെ കിഡ്നാപ്പ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്, ഒരാളുടെ ഗാർഡിയൻഷിപ്പിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുക. ഒരാൾ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ നിന്ന് തട്ടിക്കൊണ്ടുപോകുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, കിഡ്നാപ്പിംഗ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇനി അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് കിഡ്നാപ്പിംഗ് എന്നും പ്രായപൂർത്തിയായ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് അബ്ഡക്ഷൻ എന്നാണ് നമ്മൾ പറയുക. അബ്ഡക്ഷൻ എന്നാണ് നമ്മൾ പറയുക. അബ്ഡക്ഷൻ ആക്ട് സെക്ഷൻ 138 ഓഫ് ദി BNS ഡിഫൈൻസ് occurs when a person uses force or deceit to persuade someone to leave a particular location. ഒരു സ്ഥലത്തു നിന്നും പോകാൻ ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോകാണ്, നിർബന്ധപൂർവ്വം കൊണ്ടുപോകുകയാണെങ്കിൽ അതിനെ നമുക്ക് അബ്ഡക്ഷൻ ആയിട്ട് കാണാൻ പറ്റും. ഇൻ അബ്ഡക്ഷൻ ദ അക്യൂസ്ഡ് മസ്റ്റ് actively encourage the person to go to a place they would not have gone otherwise. The key difference between kidnapping and abduction is that kidnapping can only involve minors or individuals, അല്ലെ, individuals of unsound mind under lawful guardianship. അല്ലെ, കുട്ടികൾ മാത്രമല്ല കേട്ടോ, ബുദ്ധിവികാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്യുന്നത് എന്താണ് പറയുക, കിഡ്നാപ്പിംഗ് ആയിട്ടും അല്ലാത്തവർ ചെയ്യുന്ന അബ്ഡക്ഷൻ ഒക്കെ ആയിട്ട് നമ്മൾ കാണാം. ഇനി ശരീരത്തിന് നേരെ ചെയ്യുന്ന അഞ്ചാമത്തെ കുറ്റകൃത്യം എന്നുള്ളത് ഒഫൻസ് ഓഫ് റേപ്പ്, ബലാത്സംഗം ചെയ്യുക. ഭാരതീയ നിയമസംഹിതയിലെ 63 സെക്ഷൻ 63 പ്രകാരം ബലാത്സംഗം അതിഗൗരവമുള്ള ലൈംഗിക കുറ്റകൃത്യമാണ്. സ്ത്രീയുടെ സമ്മതം കൂടാതെ അല്ലെങ്കിൽ ഭീഷണി, ലഹരിയായ നില, ബോധക്ഷയം, പ്രായം കുറവ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീയുടെ ആത്മഗൗരവത്തെയും സുരക്ഷയെയും സംരക്ഷിക്കുന്നതിനാണ് ഈ നിയമം ഉദ്ദേശിച്ചത്. കുറ്റക്കാർക്ക് അടുത്ത ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. റേപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏരിയ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കിക്കോളൂ. ആൻ ഒഫൻസ് ഓഫ് റേപ്പ് ക്യാൻ ബി സെഡ് ടു ഹാവ് ബീൻ കമ്മിറ്റഡ് ഇഫ് ദ ഫോളോവിങ് കണ്ടീഷൻ ആർ ഫുൾഫിൽഡ്. താഴെ പറയുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ എന്ത് ചെയ്യുക, റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എ മാൻ മസ്റ്റ് ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് എ വുമൺ. ഒരു പുരുഷൻ അവിടെ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവണം, സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവണം. സച്ച് ആക്ട് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് അണ്ടർ എനി ഓഫ് ദി ഫോളോവിങ് സർക്കംസ്റ്റൻസസ്. ആ പറയപ്പെടുന്ന സെക്ഷൽ ഇന്റർകോഴ്സ് സംഭവിച്ചത് താഴെ പറയുന്ന കാര്യങ്ങൾ നടന്നിരിക്കുന്ന സമയത്തായിരിക്കണം. താഴെ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കുകയാണ് ആ സ്ത്രീയുമായിട്ട് ഒരു പുരുഷനെ ഇന്റർകോഴ്സ് ചെയ്തതെങ്കിൽ അവിടെ അയാൾ ബലാത്സംഗം ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റും. ഒന്ന്, അഗെയിൻസ്റ്റ് ഹെയർ വിൽ, അവളുടെ ആഗ്രഹത്തിനെതിരായിട്ട്, ഓൾക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല, ഓളെ നിർബന്ധിച്ചതാണ്. 2, വിത്തൗട്ട് ഹെർ കൺസെന്റ്, ഓളെ സമ്മതം ഇല്ലാതെ. 3, വിത്ത് ഹെർ കൺസെന്റ് വെൻ ഹെർ കൺസെന്റ് ഈസ് അണ്ടർ ഫെയർ ഓഫ് ഡെത്ത് ഓർ ഹേർട്ട്. അല്ലെ, കൊല്ലുമെന്ന് പേടിപ്പിച്ചിട്ട് അവളെ സമ്മതം അങ്ങോട്ട് വാങ്ങിക്കുക, നിന്നെ ഞാൻ കൊല്ലു അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്താക്കും, ബുദ്ധിമുട്ടാക്കും എന്ന് പേടിപ്പിച്ചിട്ട് അവളെ കൊണ്ട് സമ്മതിപ്പിക്കുക, ലൈംഗിക ബന്ധത്തിന് വേണ്ടി സമ്മതിപ്പിക്കുക. അല്ലെങ്കിൽ വിത്ത് കൺസെന്റ് ഗിവൺ അണ്ടർ ദി ബിലീഫ് ദാറ്റ് മെൻ ആർ ഈസ് ഹെർ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടൊരു പുരുഷൻ ഒരു സ്ത്രീയുമായി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുക. അതൊക്കെ എന്ത് ചെയ്യാണ്, റേപ്പായിട്ട് കണക്കാക്കുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവായിരുന്നില്ല ആ പുരുഷൻ. നെക്സ്റ്റ്, കൺസെന്റ് ഗിവൺ ബൈ എ വിമൻ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഓർ അണ്ടർ ഇൻടോക്സിക്കേഷൻ. അല്ലെ, ബുദ്ധി വളർച്ചയില്ലാത്തൊരു സ്ത്രീ അവൾ കൊടുത്ത കൺസെന്റ്, അത് പിന്നെ അവൾ കൺസെന്റ് കൊടുത്തിട്ടും കാര്യമില്ല, കാരണം അവൾക്ക് ബുദ്ധി വളർച്ചയില്ല, അവൾക്ക് സ്വയം കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള ഒരു രീതിയില്ല, അതുകൊണ്ട് അവൾ ചെയ്തത് റേപ്പാണ്. അതുപോലെ തന്നെ കള്ള് കുടിച്ചൊരു പെണ്ണ് കൊടുത്തു, ഒരു സമ്മതം കൊടുത്തു, ആ കൺസെന്റിലും ചെയ്യുന്നത് എന്താണ്, റേപ്പായിട്ടാണ് കണക്കാക്കുക. എ വുമൺ ഗീവ് കൺസെന്റ് ഇഫ് ഷീ ഈസ് അണ്ടർ 18 years of age. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ളൊരു പെണ്ണ് സമ്മതം കൊടുത്തു, അതും റേപ്പായിട്ടാണ് കണക്കാക്കുക. കാരണം 18 വയസ്സിന് താഴെയുള്ള പെണ്ണിന്റെ സമ്മതം പോരാ. വെൻ ഷീ ഈസ് എനേബിൾഡ് കമ്മ്യൂണിക്കേറ്റ്സ് കൺസെന്റ്. ഇനി കൺസെന്റ് കാര്യങ്ങളൊന്നും പറയാൻ കഴിയാത്ത ഒരു സ്ത്രീ കമ്മ്യൂണിക്കേറ്റ്, ഉദാഹരണത്തിന് നമുക്ക് വളരെ രീതിയിൽ പറയാം, ഉദാഹരണത്തിന് സംസാര ശേഷിയില്ല തന്നെ പറയാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ചെയ്യാൻ പറ്റാത്തൊരു സ്ത്രീയെ എന്ത് ചെയ്യുക, അവളുമായിട്ട് സെക്സ് ചെയ്യുക, അത് എന്താണ്, ഇതൊക്കെ റേപ്പിൽ പെട്ടതാണ്. സെക്ഷൽ ആക്ട്സ് ബൈ എ മാൻ വിത്ത് ഹിസ് വൈഫ് ഇഫ് ദ വൈഫ് ഈസ് ഓവർ 15 years of age ഡോണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് റേപ്പ്. 15 വയസ്സിന് മുകളിലാണ് ഒരു പുരുഷന്റെ ഭാര്യ ഉള്ളതെങ്കിൽ അതിനെ റേപ്പായിട്ട് കണക്കാക്കാൻ പറ്റൂല. ഹൗവർ മെഡിക്കൽ പ്രൊസീജിയർ ഓർ ഇന്റർവെൻഷൻ ഷോൾ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഒഫൻസ് ഓഫ് റേപ്പ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ പ്രൊസീജിയർ ഒന്നും ഒരിക്കലും റേപ്പായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. സെക്ഷൽ ഇന്റർകോഴ്സ് ഓഫ് എ മാൻ വിത്ത് ഹിസ് വൈഫ് ഇസ് നോട്ട് റേപ്പ് if the wife is above 15 years. A boy above 12 years is capable of committing rape. 15 വയസ്സിന് മുകളിലൊരു പെണ്ണുണ്ടെങ്കിൽ ഓളുമായിട്ട് അവളെ ഭർത്താവ് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റേപ്പായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 12 വയസ്സിന് മുകളിലുള്ള ഏതൊരു കുട്ടിക്കും റേപ്പ് ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത നിശ്ചയിക്കുന്നത്. അപ്പോൾ
5 തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ശരീരത്തോട് ചെയ്യാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങൾ 5ആയി തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. ഇനി ക്രൈംസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, സ്വത്തിനെതിരെയുള്ള ക്രൈമുകളെ കുറിച്ചാണ്. അല്ലെ, ഒരാളുടെ ശരീരത്തിനെതിരെയുള്ള കഴിഞ്ഞാൽ അയാളുടെ സമ്പത്തിനെതിരെ. സ്വത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിയമവിരുദ്ധമായ മോഷണമോ മറ്റൊരാളുടെ വസ്തുവകകൾ കൈകടത്തലോ ഉൾപ്പെടുന്നു. ശാരീരികമായി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശത്തെക്കാൾ സാമ്പത്തിക നേട്ടമാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് സാധാരണയായി പ്രചോദനം. അയാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനൊന്നുമില്ല, പക്ഷെ അയാളെ സമ്പത്ത് തട്ടിയെടുക്കലാണ് ലക്ഷ്യം. മറ്റൊരാളുടെ സ്വത്തവകാശത്തിന് നിയമവിരുദ്ധമായി കേടുപാടുകൾ വരുത്തുന്നതോ മോഷ്ടിക്കുന്നതോ അതിൽ ഇടപെടുന്നതായ പ്രവർത്തികൾ ഇതിൽ ഉൾപ്പെടുന്നു. അല്ല, മറ്റൊരാളുടെ സാധനങ്ങൾ എടുക്കുക, മോഷ്ടിക്കുക, അതൊക്കെ എന്താണ് ഇതിൽ വരുന്നതാണ്. ഇതിൽ ആ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിന്റെ അവസാനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ദീസ് ഒഫൻസസ് ആർ ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ടൈപ്സ്. അല്ലെ, മൊത്തത്തിൽ പ്രോപ്പർട്ടികൾക്ക് നേരെയുള്ള ക്രൈമുകൾ രണ്ടാക്കി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ദോസ് റിലേറ്റഡ് ടു മൂവബിൾ പ്രോപ്പർട്ടീസ് ആൻഡ് ദോസ് റിലേറ്റഡ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. അല്ലെ, സ്ഥാവര ജംഗമ വസ്തുക്കൾ. സ്ഥാവര എന്ന് പറഞ്ഞാൽ മൂവബിൾ, ജംഗമ എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ. അല്ലെ, മൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന, ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോണ്, നമ്മുടെ കയ്യിലുള്ള പൈസ, നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ്, ഇതൊക്കെ ഒരാൾ മോഷ്ടിക്കുകയാണ്, അതിനെ മൂവബിൾ പ്രോപ്പർട്ടി മോഷ്ടിച്ചെന്നാ പറയാം. ഇനി നമ്മുടെ മൂവബിൾ ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടികൾ ഉണ്ടാവും. ഉദാഹരണത്തിന് എന്താണ് പല രീതിയിലും വരും. സോഫ്റ്റ് പ്രോപ്പർട്ടികൾ, ഇപ്പോൾ ഡാറ്റാസ്, അതിപ്പോൾ ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ വീട് ഒരാൾ കട്ടു, അതിന് മൂവബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരാൾ വീട് മോഷ്ടിച്ച് കൊണ്ടുപോകണം നിർബന്ധമില്ലല്ലോ. അയാൾ പല രീതിയിൽ നമുക്ക് ഒരാൾക്ക് നമ്മുടെ വീട് പല രീതിയിൽ നമുക്ക് അതിൻ്റെതായ രീതികൾ ചെയ്യാമല്ലോ, പിടിച്ചു പറിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഏതായാലും അതൊക്കെ എന്താണ് പ്രോപ്പർട്ടിക്കെതിരെയുള്ള ക്രൈമായിട്ടാണ് നമ്മൾ കണക്കുക. ഇനി പലതരത്തിലുള്ള പ്രോപ്പർട്ടി ക്രൈമുകൾ നമുക്കിവിടെ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, തെഫ്റ്റ്. എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന വസ്തുക്കൾ ഉടമസ്ഥന്റെ സമ്മതം കൂടാതെ സത്യസന്ധമല്ലാതെ ഒരാൾ എടുത്തു കൊണ്ടുപോകുന്നതാണ് മോഷണം. ദ BNS ഡിഫൈൻ തെഫ്റ്റ് അണ്ടർ സെക്ഷൻ 303 പറയുന്ന പ്രകാരം intending to dishonestly take any movable property out of the possession of any person without that person's consent. ഒരാളുടെ സമ്മതമില്ലാതെ അയാൾ സാധനം എടുത്തുകൊണ്ട് പോവുക. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോവുക. അത് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പൊ തിരിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടല്ല കൊണ്ടുപോകുന്നത്. ഡിസ്ഹോണസ്റ്റ്ലി, സത്യസന്ധമല്ല, അയാളുടെ ഉദ്ദേശം ശരിയല്ല കൊണ്ടുപോകുന്ന ആളുടെ. അല്ലേ, ഹാൻഡ് ഈസഡ് കമ്മിറ്റി തെഫ്റ്റ്, അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഷണം നടത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത് ദ ഒഫൻസ് ഓഫ് എക്സോഷൻ, പിടിച്ചുപറി. എക്സോഷൻ ഈസ് എ ഡിസ്ഹോണസ്റ്റ് ഒബ്റ്റൈനിങ് ഓഫ് പ്രോപ്പർട്ടി ബൈ ഇന്റൻഷനലി പുട്ടിങ് എനി പേഴ്സൺ ടു ഫിയർ ഓഫ് ഇഞ്ചുറി, ഡെത്ത് ഓർ ഗ്രീവസ് ഹേർട്ട്. അല്ലെ, അതിന് മലയാളം നോക്കിയോ, ഒരാളെ പരിക്കേൽപ്പിക്കുമെന്നോ കൊല്ലുമെന്നോ ഗുരുതരമായി വേദനിപ്പിക്കുമെന്നോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു വസ്തു കൈക്കലാക്കലാണ് പിടിച്ചുപറി. ഒരാളുടെ നിന്ന് സാധനം പിടിച്ചു പറിക്കുകയാണ്, എന്നിട്ട് നിന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് അയാളെ പേടിപ്പിച്ചിട്ടാണ് അയാളെ കൊണ്ടുപോയി ചെയ്യിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? പിടിച്ചുപറി എന്നാണ് പറയുക. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ സച്ച് ഇൻഡ്യൂസ്മെന്റ് must have been done in order to commit extortion. The fear of injury can be, അല്ലെ, ഒരാൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കാം എന്നുള്ളത്, ഇഞ്ചുറി ഉണ്ടാക്കുന്ന പേടി, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യൂടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇഞ്ചുറി ഉണ്ടാക്കും എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ ഇഞ്ചുറിയെ നമുക്ക് പലതരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന് ഫിസിക്കലായിട്ടുള്ള ഇഞ്ചുറി, ശാരീരികമായിട്ടുള്ള ഇഞ്ചുറി. 2, മെന്റൽ ഇഞ്ചുറി, ഒരാളുടെ മാനസികാരോഗ്യത്തെ തകർക്കുക എന്നുള്ളത്. 3, റെപ്യൂട്ടേഷൻ റിലേറ്റഡ്, ഒരാളുടെ പേര് ദോഷം ഉണ്ടാക്കിയിട്ട് അയാളുടെ സമ്പത്ത് പിടിച്ചെടുക്കുക, നിന്നെ ഞാൻ അങ്ങനെയാക്കും, നിന്റെ ഈ സാധനം നമ്മൾ അങ്ങനെയാക്കും, നിന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നതൊക്കെ പേടിപ്പിച്ചിട്ട് ഒരാളെ പേര് ദോഷം വരുത്തുമെന്ന് പേടിപ്പിച്ചിട്ടുള്ള ആളിൽ നിന്ന് സമ്പത്ത് വാങ്ങിയെടുക്കുക. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെക്ഷൻ്റെ കീഴിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഇനി നമ്മൾ പറയാൻ പോകുന്ന മൂന്നാമത്തെ റോബറിയെ കുറിച്ചാണ്. റോബറി എന്ന് പറഞ്ഞാൽ മോഷണത്തിൻ്റെയോ പിടിച്ചുപറിയുടെ കനത്ത രൂപമാണ് റോബറി. അല്ലേ, റോബറി ഈസ് ആൻ അഗ്രവേറ്റഡ് ഫോം ഓഫ് തെഫ്റ്റ് ഓർ എക്സ്റ്റോഷൻ. അല്ലേ, നമ്മൾ പറയുന്ന മോഷണം, പിടിച്ചുപറി, ഇതിൻ്റെ കുറച്ചും കൂടി കനത്ത രൂപം, കവർച്ച എന്നൊക്കെ നമ്മൾ പറയും. ഇൻ ഓൾ റോബറീസ് ദർ ഈസ് ആൻ എയ്തർ തെഫ്റ്റ് ഓർ എക്സ്റ്റോഷൻ. ഒന്ന് കളവായിട്ടോ പിടിച്ചുപറിയിട്ടോ നമുക്ക് കാണാൻ പറ്റും. All elements of either theft or extortion must be present in a robbery. In short, robbery is either aggravated theft or aggravated extortion. അല്ലെ, കൂടിയ പിടിച്ചുപറിയോ കൂടിയ മോഷണവുമാണ് എന്തായിരിക്കും? ഒരു റോബറി ആയിട്ട് കണക്കാക്കപ്പെടുക എന്നുള്ളതാണ്. അതിൽ വെൻ തെഫ്റ്റ് ബിക്കംസ് റോബറി എന്നും വെൻ എക്സ്റ്റോഷൻ ബിക്കംസ് റോബറി എന്നും പറഞ്ഞിട്ട് 2 സബ് പോയിന്റുകളുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അടുത്തത് പറയുന്നത് നമുക്കപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം തെഫ്റ്റാണ്, മോഷണമാണ്. അത് ഒരാളുടെ അറിയാതെ അയാൾ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകലാണ് മോഷണം. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞതുപോലെ എക്സ്റ്റോഷൻ ആണ്, അഥവാ ഒരാളോട് പറയാതെ അല്ലെങ്കിൽ എന്താണ്
അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഒരാളറിയാതെ അയാളെ സാധനങ്ങൾ അയാളെ മുമ്പ് തന്നെ അയാളെ സാധനങ്ങൾ എടുത്ത് പിടിച്ചു പറിച്ചു കൊണ്ടുപോകണം അയാളിൽ നിന്ന്. അതിനാണ് നമ്മൾ എന്ത് പറയുക, പിടിച്ചു പറി, അല്ലെങ്കിൽ അഥവാ നമ്മൾ ഈ പറയുന്നത് പോലെ എന്താ പറയുക, എക്സ്റ്റോഷൻ നമ്മൾ പറയുക. മൂന്നാമത് കവർച്ചയാണ്. ഈ പറയപ്പെട്ട എക്സ്റ്റോഷൻ്റെയും ഈ പറയപ്പെട്ട എന്താണ് തെഫ്റ്റിൻ്റെയും കൂടിയ രൂപമാണ് റോബറി. ഇനി നാലാമത്തെ ഡെക്കോയിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള എന്നൊക്കെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. 5 അതിലധികം ആളുകൾ ചേർന്ന് ഒരു കവർച്ച നടത്തുമ്പോൾ അതിനെ കൊള്ള എന്നാണ് കണക്കാക്കുക. ഇവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അതിനെ കൊള്ള എന്നാണ് കണക്കാക്കുക. കവർച്ചയുടെയും കൊള്ളയുടെയും രീതികൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. മനസ്സിലായില്ല, ആളുകളുടെ എണ്ണം വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം വലിയ പരിപാടിയായിരിക്കും, പക്ഷെ അത് 5 കൂടുതൽ കള്ളന്മാരുണ്ടെങ്കിൽ അതിനെ കൊള്ളാന്ന് പറയും. 5 കുറവ് കള്ളന്മാരാണെങ്കിൽ അതിനെ കവർച്ച എന്ന് പറയും. അതാണ് സംഭവം. ഇനി ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്ക് നേരെ നടക്കുന്ന 5ാമത്തെ കാര്യം എന്നുള്ളത് ദുരുപയോഗം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദുരുപയോഗം, ഒരാളുടെ പ്രോപ്പർട്ടിക്ക് നേരെ നടക്കുന്ന 5ാമത്തെ കാര്യം. ദുരുപയോഗം എന്നാൽ സത്യസന്ധമല്ലാത്ത മറ്റൊരാളുടെ സ്വത്ത് സ്വന്തം ഉപയോഗത്തിനായി മുതലെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അഥവാ വേറൊരാളെ സ്വത്ത് നമ്മൾ എന്ത് ചെയ്യുക, ദുരുപയോഗം ചെയ്യാം. Whenever dishonestly misappropriated or converts to his use any movable property shall be punished with imprisonment of either description for a term which may extend to 2 years or with fine or with both. അല്ലെ, നമ്മൾ പറയാറില്ലേ, ഓൻ്റെ സ്ഥലം ഒരാളെ വേറൊരാളുടെ സ്ഥലം കട്ടെടുക്കുക, വേറൊരാളുടെ സ്ഥലത്തിന് കള്ളാധാരം ഉണ്ടാക്കുക, ഇതൊക്കെ വലിയ തെറ്റാണ്. അതൊക്കെ ഇതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, വിശ്വാസവഞ്ചന എന്ന് നമ്മൾ പറയും. ഒരു വ്യക്തിക്ക് വിശ്വാസപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് കൈമാറിയാൽ അത് വഞ്ചനാപരമായും അവകാശലോപത്തോടെയും വാഗ്ദാനം ചെയ്യപ്പെട്ട രീതിക്ക് വിരുദ്ധമായും ഉപയോഗിച്ചാൽ വിശ്വാസവഞ്ചന കുറ്റമായി കണക്കാക്കുന്നു. അവ ഒരാൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ബേസിൽ നമ്മൾ ഒരു സംഭവം കൊടുത്തു എന്ന് വിചാരിക്കാം. ആ സംഭവത്തിനെതിരായിട്ട് അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ പ്രവർത്തിച്ചു, വിശ്വാസത്തിനെ വഞ്ചിച്ചുവെങ്കിൽ അതിന് നമ്മൾ ഈ പറയുന്ന വിശ്വാസവഞ്ചന എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെ, ഒരാൾ ചെയ്തത് വിശ്വാസവഞ്ചനയാവണമെങ്കിൽ അതിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. 3 കാര്യങ്ങളെ ഉണ്ടാവണം. അത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തേത് റിലേഷൻഷിപ്പ് ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ ദ 2 പാർട്ടി. കൊടുത്താളും വാങ്ങിയാളും തമ്മിൽ മുമ്പ് എന്തായിരിക്കണം, ഒരു ട്രസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. മുമ്പേ അവർ തമ്മിൽ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കണം. 2, 1 പാർട്ടി ഇൻട്രസ്റ്റ് എയ്തർ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ദി അതർ. ഒരാൾ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചിരിക്കണം. 4, അടുത്തത് ദ പാർട്ടി ഇൻട്രസ്റ്റഡ് വിത്ത് ദി പ്രോപ്പർട്ടി. അതുപോലെ തന്നെ പ്രോപ്പർട്ടി എന്തായിരിക്കണം, ആ രീതിയിൽ തന്നെ എടുത്തിരിക്കണം. മനസ്സിലായില്ലേ? ഇനി 7ാമത്തത് ചീറ്റിംഗ് ആണ്, വഞ്ചനയാണ്. വഞ്ചന എന്നത് സ്വത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്താണ്? സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് നേരെയും വഞ്ചന നടത്താം. ചീറ്റിംഗ് is one of the most significant offenses against property. Cheating could be committed against movable and immovable property. രണ്ടിനോടും ഒരാൾക്ക് ചീറ്റിംഗ് ചെയ്യാം. ഇവിടെ എന്താ ചീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? Says a person is liable to be punished for cheating if the following conditions are satisfied. പറയപ്പെട്ട കണ്ടീഷൻസ് ഒരാൾ വെച്ചിട്ടാണ് ഒരാൾ ഒരു ചീറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. ഒന്നാമത്തെ കാര്യം, ദ അക്യൂസ്ഡ് മസ്റ്റ് ഹാവ് ഡിസീവ്ഡ് അനദർ പേഴ്സൺ. ഒരാൾ മറ്റൊരാളെ പറ്റിച്ചിട്ടുണ്ടാവണം. ദ അക്യൂസ്ഡ് മസ്റ്റ് ഹാവ് ബീൻ ഡിസ്ഹോണസ്റ്റ്ലി ഓർ fraudulently influence the person to either deliver property or agree to allow someone else to retain property. വെച്ചാൽ ഒരാൾക്ക് അത് കിട്ടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിൽ, അതായത് ഒരാളെ വഞ്ചിച്ചുകൊണ്ട് അയാളുടെ സാധനങ്ങൾ എടുക്കുക, ഒരാളുടെ പ്രോപ്പർട്ടി സ്വന്തമാക്കുക, ഇതിനാണ് ചീറ്റിംഗ് എന്ന് പറയുക. അടുത്ത വരുന്ന പോയിന്റ് എന്നുള്ളത് ക്രിമിനൽ ട്രസ്പാസ് എന്നുള്ളതാണ്. അതിക്രമിച്ചിട്ട് ഒരാളുടെ മുതലിൽ കയറുക. ഒരു കുറ്റകൃത്യം ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ശല്യപ്പെടുത്താനോ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരാളുടെ കൈവശമുള്ള സ്വത്തിൽ പ്രവേശിക്കുന്നയാൾ അല്ലെങ്കിൽ അത്തരം സ്വത്തിൽ നിയമപരമായി പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തിയെ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഉദ്ദേശത്തോടെ നിയമവിരുദ്ധമായി അവിടെ തുടർന്നെങ്കിൽ അതിന് അതിക്രമമായി കാണാം. അഥവാ ഒരാളുടെ സ്വത്തിലേക്ക് മറ്റൊരാൾ അതിക്രമിച്ച് കയറുക, മറ്റയാളെ ഭീഷണിപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുക. ഇതാണ് നമ്മൾ വീട് കയ്യേറുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഏകദേശം അതൊക്കെ തന്നെയാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രിമിനൽ ട്രസ്പാസ്, ഒരാളുടെ ക്രിമിനലായിട്ട് അതിക്രമിച്ച ഒരാളെ വീട്ടിൽ കയറുക, അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
പ്രോപ്പർട്ടിക്ക് നമ്മൾ രണ്ട് തരത്തിലുള്ള ക്രൈമുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ശരീരത്തിന് നേരെയുള്ള പറഞ്ഞു, ഒന്ന് പ്രോപ്പർട്ടിക്ക് നേരെയുള്ള പറഞ്ഞു. ഇനി അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ടതാണ് നമുക്ക് കഴിഞ്ഞത്. ഇനി ക്രൈം അഗെയിൻസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ്, ദുർബലരായ ഗ്രൂപ്പുകൾക്കെതിരെ, ദുർബലരായ ആളുകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. ചിൽഡ്രൻസ് ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻസ് ആൻഡ് ചിൽഡ്രൻ വിമൻസിനൊക്കെ വരുന്ന ക്രൈമുകൾ ഇതിൽ വരും. ഇതിൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് സ്ത്രീകളും കുട്ടികളും. ശാരീരികവും സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥകൾ കാരണം അവർ പലപ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാവാറുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും അല്ലെ. വൾണറബിൾ ഗ്രൂപ്പ്സ് റെഫർ ടു പോപ്പുലേഷൻ ദാറ്റ് ഡിസ്പ്രപ്പോർഷനറ്റ്ലി സസ്പെക്റ്റബിൾ ടു ഹാം, എക്സ്പ്ലോയിറ്റേഷൻ ഓർ മാർജിനലൈസേഷൻ. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ദുർബലരായ വിഭാഗങ്ങൾ എപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ, അല്ലെങ്കിൽ സ്ത്രീകൾ, പ്രായമായവർ, ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആളുകൾ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ടവർ. ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദുർബല ഗ്രൂപ്പുകളായിട്ട് കാണാൻ പറ്റും. ആർ ഡിസ്പ്രപ്പോർഷനലി അഫക്റ്റഡ് ബൈ ക്രൈം. അവർക്കൊക്കെ ഈ കുറ്റം പലപ്പോഴും എന്ത് ചെയ്യപ്പെടാറുണ്ട്, ഏൽക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു വൾണറബിലിറ്റി. എന്താണ് വൾണറബിലിറ്റിയിലേക്ക് ഈ ആളുകൾക്ക് ബാധിക്കുന്ന, ഇപ്പോൾ ഈ പറയപ്പെട്ട ഈ കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, ദുർബലരായ ആളുകൾ, ഇവർക്കൊക്കെ ഇതിങ്ങനെ ഏൽക്കാനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്നാമത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വിറ്റീസ്. നാട്ടിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസന്തുലിതാവസ്ഥ, അസമത്വം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ താഴെക്കടയിലുള്ളവർ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ ദുർബല വിഭാഗങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നത്, ആക്രമിക്കപ്പെടാനുള്ള കാരണം. രണ്ട്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിസേബിലിറ്റീസ് അല്ലെ. പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് വെദർ ഫിസിക്കൽ ഓർ മെൻ്റൽ often face heightened risk due to their dependency on others for care or communication. മറ്റൊരാളെ ബന്ധപ്പെടേണ്ടി വരുന്നു, മറ്റൊരാളുമായിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാരണം കൊണ്ട് വളരെ ദുർബലരായ ആളുകളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഏജ് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. പലപ്പോഴും പ്രായം, അതുപോലെ തന്നെ ഇവർ ഉയർന്നു വരുന്ന സിറ്റുവേഷൻസ്, ഇതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇത്തരം ആളുകളെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അനുഭവിക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഇവിടെ പറയാനുള്ള നാലാമത്തെ പോയിന്റ്, ജെൻഡർ ആൻഡ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. പലപ്പോഴും ജെൻഡറിൻ്റെ വിഷയത്തിൽ, അതുപോലെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ വിഷയത്തിലൊക്കെ ഇവർക്ക് ഒരുപാട് കുറ്റകൃത്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അതിന് ടൈപ്സ് ഓഫ് ക്രൈംസ് അഫക്റ്റിംഗ് വൾണറബിൾ ഗ്രൂപ്പ്സ്. വൾണറബിൾ ഗ്രൂപ്പ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ക്രൈമുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി പറയുന്നത്. ഈ പറയപ്പെട്ട ദുർബല വിഭാഗങ്ങൾ എത്തരത്തിലുള്ള ക്രൈമുകളാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ്. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശാരീരികവും മാനസികവുമായി നേരിടുന്ന അബ്യൂസുകൾ, ശാരീരികവും മാനസികവുമായിട്ട് നേരിടുന്ന അബ്യൂസുകൾ. വൾണറബിൾ ഇൻഡിവിജ്വൽസ് ആർ ഓഫൺ വിക്ടിംസ് ഓഫ് ഫിസിക്കൽ അസോൾട്ട് ഓർ ഇമോഷണൽ മാനിപ്പുലേഷൻ. പലപ്പോഴും ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മാനിപ്പുലേഷൻസ് നേരിടേണ്ടി വരുന്നുണ്ട്. അബ്യൂസ് ക്യാൻ ടേക്ക് മെനി ഫോംസ്. അത് ഒരുപാട് രീതിയിൽ ഇത് ഉണ്ടാവാം അബ്യൂസുകൾ അല്ലേ. ഫിസിക്കലായിട്ടുണ്ടാവാം, സൈക്കോളജിക്കലായിട്ടുണ്ടാവാം, എങ്ങനെയായിട്ടുണ്ടാവാം. അപ്പോൾ ഏതായാലും ഇത്തരം കാര്യങ്ങൾ അവർ നേരിടുമ്പോൾ നമുക്കറിയുന്നതാണ്, നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ശാരീരികമായിട്ട് ബാലവേല ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ഒരു പൊട്ടം കളിപ്പിക്കുക, അതൊക്കെ ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ. അതൊക്കെ വലിയ പ്രശ്നമാണ്. നെക്സ്റ്റ്, ഇത്തരം ആളുകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം ചൂഷണമാണ്, എക്സ്പ്ലോയിറ്റേഷൻ. വൾണറബിൾ ഗ്രൂപ്പ്സ് ആർ അറ്റ് റിസ്ക് ഓഫ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ഫിനാൻഷ്യലി, സെക്ഷലി ഓർ ഇൻ ലേബർ കോണ്ടെക്സ്റ്റ് അല്ലേ. പലപ്പോഴും സാമ്പത്തികമായിട്ട് ഇത്തരം ആളുകളെ പറ്റിച്ച് പൈസ കടത്തുക, ഇത്തരം ആളുകളെ സെക്സ് റാക്കറ്റുകൾ ഉപയോഗിക്കുക, അത്തരം ആളുകളെ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, അത് വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ലേബർ കോണ്ടെക്സ്റ്റ്, ഇത്തരം ആളുകളെ ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, ഇതൊക്കെ വലിയൊരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയ തരത്തിലുള്ള ചൂഷണത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അടുത്ത് അവഗണന. ഇത്തരം ആളുകൾക്ക് നെഗ്ലക്റ്റ് നേരിടുന്ന, അവഗണന നേരിടേണ്ടി വരുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ സൈബർ ക്രൈം. ഇത്തരം ആളുകൾക്ക് ഒരുപാട് സൈബർ ക്രൈമുകൾ, സൈബർ ഇടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇങ്ങനെ വരുന്ന സമയത്ത് വൾണറബിൾ ഗ്രൂപ്പിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ. ഇവർക്ക് ഇതിൻ്റെ പേരിൽ ഒരുപാട് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. രണ്ട്, സാമൂഹികമായിട്ട് ഒറ്റപ്പെടലാണ്, സോഷ്യൽ ഐസൊലേഷൻ. വിക്ടിംസ് മേ വിഡ്രോ ഫ്രം സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഓർ സപ്പോർട്ട് സിസ്റ്റംസ് ഡ്യൂ ടു ഫിയർ, ഷെയിം ഓർ മിസ്ട്രസ്റ്റ് അല്ലേ. മറ്റൊരാൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ പേടിയാണ്. ഇതുകൊണ്ടൊക്കെ ആളുകൾക്ക് നമ്മൾ പറഞ്ഞതുപോലെ സാമൂഹികമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കാൻ താല്പര്യം. പിന്നെ എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി, സാമ്പത്തിക അസ്ഥിരത.
നാലാമത്തെ ലോസ് ഓഫ് ട്രസ്റ്റ്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, വലിയ പ്രശ്നമാണത്. ഈ ഒരു കാരണങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറ്റകൃത്യങ്ങൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ്. സ്ത്രീകൾ നേരിടുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻ മെനി പാർട്ട് ഓഫ് സൊസൈറ്റി വിമൻ വെയർ കെപ്റ്റ് ഇൻസൈഡ് ദ ഹോം ആൻഡ് നോട്ട് അലൗഡ് ടു ടേക്ക് പാർട്ട് ഇൻ പബ്ലിക് ലൈഫ്. നമുക്കറിയുന്ന പോലെ ഒരുപാട് സംഭവങ്ങളിൽ സ്ത്രീകൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കണം, അവർക്ക് ഈ സമൂഹത്തിൽ എവിടെയും ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ളത്. പലപ്പോഴും ഭർത്താവിൽ നിന്നോ പിന്നെ അല്ലെങ്കിൽ അച്ഛനിൽ നിന്നോ കിട്ടുന്ന ഇൻഹെറിറ്റൻറ്റ് കൊണ്ട് ഇങ്ങനെ ജീവിച്ച് പോവുക, അനന്തരാവകാശം കൊണ്ട് ഇങ്ങനെ പിന്നെ അവരിങ്ങനെ പോറ്റും, പിന്നെ അവരിൽ നിന്നുള്ള അനന്തരാവകാശം ഇവർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകൾ നേരിടേണ്ടി വരിക. അതുപോലെ തന്നെ ഇവർ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് നേരിടുന്നുണ്ട്. ഡൗറി പോലെ, ചൈൽഡ് മാരേജ് പോലെ, അല്ലേ, ചൈൽഡ് മാരേജ് പോലെ, ഡൗറി പോലെ, അതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് 155-ാമത്തെ പേജിൽ 55th പേജിൽ നമുക്ക് സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ്, അവർ നേരിടുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്, ഗാർഹിക പീഡനം. പങ്കാളിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനത്തെയാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്. ഒരാളുടെ അധികാരവും നിയന്ത്രണവും മറ്റൊരാളുടെ മേൽ ചെലുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് ബലാത്സംഗമാണ്. റേപ്പാണ്. റേപ്പ് ഈസ് അനദർ മേജർ ക്രൈം അഗെയിൻസ്റ്റ് വിമൻ. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റമാണ് റേപ്പ്, ബലാത്സംഗം. ഇറ്റ് ഇൻവോൾവ്സ് എ മാൻ എൻഗേജിങ് ഇൻ സെക്ഷൽ പെനട്രേഷൻ ഇൻ എ വിമൻസ് പ്രൈവറ്റ് പാർട്ട്. ഒരു സ്ത്രീയുടെ പിന്നെ സ്വകാര്യ ഭാഗത്തേക്ക് ഒരു പുരുഷൻ അയാളുടെ ലൈംഗിക ചോദനകളോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിനെ നമുക്ക് ബലാത്സംഗമായി കാണാം. അത് ഏതൊക്കെയാണ് അവരുടെ പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രൈവറ്റ് പാർട്സ് എന്നുള്ളത് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ഹെർ കൺസെൻറ്റ്, അതൊക്കെ അവളുടെ സമ്മതമില്ലാതെയാണെങ്കിലാണ് ഈ പ്രശ്നം ഉള്ളത്. മനസ്സിലായില്ലേ? ബലാത്സംഗം മനസ്സിലായില്ലേ? മൂന്നാമത്തത് ലൈംഗിക പീഡനം എന്നുള്ളതാണ്, സെക്ഷൽ ഹറാസ്മെന്റ്. സ്വാഗതാർഹമല്ലാത്ത രീതിയിൽ ലൈംഗിക ശ്രമങ്ങൾ, അതും പലപ്പോഴും റേപ്പ് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ അവരുടെ പ്രൈവറ്റ് പാർട്ടിലേക്കുള്ള ഒരു പെനട്രേഷൻ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. മറ്റേത് തരത്തിലുള്ള ഒരു സ്ത്രീയോട് കമൻ്റ് അടിക്കുക, ഒരു സ്ത്രീയോട് വളരെ മോശമായി വൾഗറായി സംസാരിക്കുക, ആ രീതിയിലുള്ള മെസ്സേജുകളൊക്കെ ഒരു സ്ത്രീയെ ആ രീതിയിലല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് തൊടുക, ഇതൊക്കെ ഒരു സെക്ഷൽ ഹറാസ്മെന്റിന്റെ ഭാഗമാണ്, ലൈംഗികമായിട്ടുള്ള ഒരു പീഡനം തന്നെയാണത്. സോ അത് ലൈംഗിക ആനുകൂല്യങ്ങൾക്കായുള്ള അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ ശാരീരിക സ്വഭാവമുള്ള മറ്റ് വാക്കാലുള്ളതും ശാരീരികമായ പീഡനം എന്നിവയെ ലൈംഗിക പീഡനമെന്ന് നിർവചിക്കാം. അടുത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുക. സ്ത്രീക്ക് എന്ത് ചെയ്യാനുണ്ട്? അവൾക്കൊരു മാന്യതയുണ്ട്, അതിനെ എന്താക്കുക? അസോൾട്ട് ടു ഔട്ട്റേജ് മോഡസ്റ്റി. അവളുടെ സ്ത്രീത്വത്തെ അങ്ങോട്ട് അപമാനിച്ചൊന്നും ഇല്ലാണ്ടാക്കുക, അത് വലിയൊരു തെറ്റാണ്. അടുത്ത് സ്ത്രീധന മരണം. നമുക്കറിയുന്നത് പോലെ ഡൗറിയുടെ പേരിലുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഡൗറിയുടെ ഫാമിലി മെമ്പേഴ്സിലേക്ക് മദറിൻലോ, അമ്മായിയമ്മ, സിസ്റ്ററിൻലോ, നാത്തൂന് ആൻഡ് ഹസ്ബൻഡ് മേ കോൺട്രിബ്യൂട്ട് ടു ദ മാരേജ് ബ്രോക്ക് ഡൗൺ. പലപ്പോഴും ഭർത്താവ് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ആസിഡ് ആക്രമണം. സ്ത്രീ നേരിടുന്ന വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. വിമൻ ട്രാഫിക്കിംഗ്, സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോലെ, സെക്ഷൽ റാക്കറ്റുകളൊക്കെ വന്നിട്ട് സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകുക, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത് സൈബർ ക്രൈംസ്. ഇൻ ദ വേൾഡ് ഇൻഫർമേഷൻ ഓഫ് ടെക്നോളജി, IT ലോകത്ത് നമുക്ക് ഒരുപാട് സൈബർ ക്രൈമുകൾ കാണുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് സൈബർ ക്രൈമുകൾ നമുക്കറിയാം. നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കുന്ന പലരും ആണായാലും പെണ്ണായാലും ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇത്തരം സൈബർ ക്രൈമുകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി ക്രൈം അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ക്രൈമുകൾ. ചിൽഡ്രൻ ആർ ദി മോസ്റ്റ് നെഗ്ലക്ട് സെക്ഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നു. ഈവൻ ദെയർ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡിനൈഡ് ടു ദം വൺ വേ ഓർ അനദർ. ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് കുട്ടികൾ പലപ്പോഴും അവരുടെ മൗലികാവകാശങ്ങൾ പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയാണുള്ളത്. ദേ ഹാവ് ബീൻ സബ്ജക്റ്റഡ് ടു ഹങ്കർ. പലപ്പോഴും വിശപ്പ്, ദാരിദ്ര്യം, അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്, അതുപോലെ സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ, ഇതിലൊക്കെ കുട്ടികൾ വിധേയരാക്കപ്പെടാറുണ്ട്. ദേ ഹാവ് ബിക്കം എ മാർക്കറ്റബിൾ കമ്മോഡിറ്റി. പലപ്പോഴും അവരെ കച്ചവട വസ്തുവായിട്ടാണ് കാണുന്നത്. സബ്ജക്റ്റ് ടു സെയിൽ ആൻഡ് പർച്ചേസ്, വിൽക്കാനും വാങ്ങാനുമുള്ള ഉപകരണമായിട്ടാണ് അവരെ സമൂഹം കാണുന്നത്. ദേ ആർ ഓൾസോ വിക്ടിംസ് ഓഫ് ഡ്രൗട്ട്. പലപ്പോഴും വരൾച്ചയുടെ അടിമകളാണ് അവരുടെ വിക്ടിംസ് ആണ് അവർ. ഫെമിൻ, ക്ഷാമത്തിന്റെ വിക്ടിംസ് ആണ്, രോഗങ്ങളുടെ വിക്ടിംസ് ആണ്. സെയിൽ ഓഫ് ഓർഗൻസ്, നമ്മുടെ കച്ചവടമല്ലോ സോറി, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അല്ലെ, നമ്മളെ അംഗങ്ങൾ കച്ചവടം ചെയ്യപ്പെടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഓർഗൻസ് സെയിലിൽ പോലും, ഓർഗൻസ് മാർക്കറ്റിൽ പോലും കുട്ടികൾക്ക് ഡിമാൻഡ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ടെന്നുള്ളത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കുട്ടികൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്,
ദാരിദ്ര്യവും സാമ്പത്തിക അസമത്വം, സമൂഹത്തിൽ നിലനിൽക്കുന്ന ദാരിദ്ര്യം, സാമ്പത്തിക അസമത്വം. അപ്പോൾ അത്തരം സമൂഹങ്ങളിൽ നിന്നൊക്കെ വരുന്ന, അത്തരം വീടുകളിൽ നിന്നൊക്കെ വരുന്ന, അത്തരം കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. രണ്ട്, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളരെ കുറവാണെങ്കിൽ ഈ പ്രശ്നമുണ്ട്. മൂന്നാമത് ദുർബലമായ നിയമനിർമ്മാണങ്ങൾ, വീക്ക് ലോ എൻഫോഴ്സ്മെന്റ്, നിയമനിർമ്മാണ ചെയ്യുന്നിടത്ത് വീക്കായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു, കുട്ടികളെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നില്ല, അത് വലിയ പ്രശ്നമാണ്. നെക്സ്റ്റ്, സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള കാരണങ്ങൾ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇത്രയാണ് കാര്യമായിട്ട് കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട. ഇതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ്, കുട്ടികൾക്കെതിരെയുള്ള പ്രധാന കുറ്റകൃത്യം. നമ്മുടെ ലോകത്ത് കുട്ടികൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ. ഒന്ന്, ചൈൽഡ് ലേബർ, കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കാം. ലോകത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ദശലക്ഷക്കണക്കിന് കുട്ടികൾ നാമമാത്രമായ വേതനത്തിലും വൃത്തിഹീനമായ ചുറ്റുപാടിലും വിദ്യാഭ്യാസം, കളി, ആരോഗ്യം, അന്തസ്സ്, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം അവഗണിച്ച് ദീർഘനേരം ജോലി ചെയ്യുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ബാലവേല തടയുന്ന വിവിധ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടും ബാലവേല മനുഷ്യത്വരഹിതമായ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സൗജന്യവും വില കുറഞ്ഞതുമായ ജോലികൾക്കായി കുട്ടികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നത് നടക്കുന്നുണ്ടെന്ന് പൊതുവായ അറിവാണ്. അപ്പോൾ കുട്ടികളെ ബാലവേല ചെയ്യിക്കാന്നുള്ള വലിയ പ്രശ്നമാണ്. രണ്ട്, ചൈൽഡ് ട്രാഫിക്കിംഗ്, കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ജോലിക്ക് കൊണ്ട് ഉപയോഗിക്കുക. അതിൻ്റെ ഒരുപാട് കണക്കുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ നോക്കിയാൽ മതി. അവർ സെക്ഷൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ, ലൈംഗികമായ ചൂഷണവും മറ്റ് ആക്രമണങ്ങളും, കുട്ടികൾക്ക് നേരെ വരുന്ന സെക്ഷൽ അബ്യൂസ്, അതുപോലെ തന്നെ അവർക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അവരെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ്. നാലാമത്തെ, ചൈൽഡ് മാരേജ്, ബാലവിവാഹം, അല്ലെ. Despite laws against child marriage, it continues to be pervasive issue in India. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ പറയപ്പെട്ട ചൈൽഡ് മാരേജ് എന്നുള്ളത്, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്, അല്ലേ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ നന്നായിട്ടുണ്ട്. 12ഉം 13ഉം വയസ്സുള്ള കുട്ടികൾ ഇത്തരത്തിൽ ഗേൾസ് ആസ് യങ് ആസ് 12 or 13 years old are often forced into marriage. പലപ്പോഴും അവർ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാലവിവാഹങ്ങൾ നമ്മൾ ഈ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം, ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, അത് ഒരുപാട് തവണ വായിച്ചതാണ്. സോ അതിനെതിരെ നമുക്ക് തടയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോക്സോ, നമുക്കറിയാം. പോക്സോ ഒക്കെ നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുന്നുണ്ട്. ഏതായാലും ആ വിഷയത്തിലാണ് അത് വരുന്നത്. പിന്നെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന വിഷയം, ചൈൽഡ് അബൻമെൻറ്റ്, അല്ലേ. കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സെറ്റപ്പ്, അത് നമ്മുടെ നാട്ടിൽ, ഇപ്പം നമ്മുടെ കേരളത്തിലൊന്നും ഇല്ല എങ്കിൽ പോലും മറ്റു പല സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. കുട്ടികളെ വിൽക്കുക, 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് കുട്ടികളെ വിൽക്കുക, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. വലിയ പ്രശ്നമാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, കുട്ടികൾക്കെതിരെ ഉയർന്നു വരുന്ന സൈബർ ബുള്ളിങ്. പുതിയ കാലമാണ്. കോളേജിലെ കുട്ടികൾ പരസ്പരം സൈബർ ബുള്ളിങ് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളിപ്പോൾ ഈ അടുത്തിറങ്ങിയ അമേരിക്കൻ സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൈബർ ബുള്ളിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അമേരിക്കൻ സീരീസ് ഒക്കെ ഇറങ്ങിയിരുന്നല്ലോ. വളരെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ജീവിക്കുന്ന നമ്മളത് കൃത്യമായി കാണേണ്ടതാണ്. എങ്ങനെയാണ് കുട്ടികൾക്കെതിരെയുള്ള സൈബർ ബുള്ളിങ്, അതെങ്ങനെയാണ് മരണത്തിലേക്ക് നയിക്കുന്നത്, എങ്ങനെയാണ് ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരു സംഭവം ഇതിൽ പറയുന്നുണ്ട്. ഏതായാലും സൈബർ ബുള്ളിങ് വളരെ വലിയ പ്രശ്നമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് നമ്മുടെ കുട്ടികൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ്. ദീർഘമായൊരു പാഠാണ്. പലപ്പോഴും നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന ഭാഗങ്ങളാണ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനെക്കുറിച്ച് സൂചിപ്പിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കെന്നെ കുറേയൊക്കെ നോക്കി ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമുക്ക് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ കുറ്റകൃത്യങ്ങളെ നമുക്ക് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളായി കാണാം. ഒന്ന്, ശരീരത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, അല്ലേ. മനുഷ്യൻ്റെ ശരീരത്തിന് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ, അതിനെ നമ്മൾ 5ആയി തരംതിരിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ സമ്പത്തിന് നേരെയുള്ള കുറ്റകൃത്യങ്ങളാണ്, പ്രോപ്പർട്ടിക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് നമ്മൾ ഒരുപാട് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഡീറ്റെയിലായി സംസാരിച്ചെന്ന് തോന്നുന്നുണ്ട്, പ്രോപ്പർട്ടിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ. പിന്നെ അതിനുശേഷം നമ്മൾ സംസാരിച്ചത് ക്രൈം അഗെയിൻസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ്, ദുർബലമായ ആളുകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ സംസാരിച്ചു, അതിൻ്റെ ടൈപ്സ് നമ്മൾ സംസാരിച്ചു, അതിനുകൊണ്ടുള്ള ഇമ്പാക്റ്റ്, കോൺസിക്വൻസ് എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം ക്രൈംസ് അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾ നേരിടുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഡീറ്റെയിലായി സംസാരിക്കേണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന മറ്റു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിലായി സംസാരിക്കേണ്ടായി. അതുപോലെ ക്രൈം അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിക്കാനുണ്ട്. ഈ പാഠത്തിന് എക്സാമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ നിന്ന്. അതുകൊണ്ട് ഇത് വളരെ ക്ലിയറായി നിങ്ങൾ പഠിക്കണം. പലയിടത്തും നമുക്ക് ഡീറ്റെയിൽ ആയി പറയാൻ പറ്റിയിട്ടില്ല. എവിടെയെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പേഴ്സണലി അല്ലെങ്കിൽ സ്കോളർഷിപ്പ് വഴി ബന്ധപ്പെടേണ്ടതാണ്. എത്ര തരമുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആവാത്ത ഏത് ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതാണ്.
അപ്പോൾ നോട്ട് പരമാവധി കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.